ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിക്കുന്നതിലാണ് വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചത്. ഭീകരപ്രവർത്തനത്തെ CPIM താലോലിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കേരള സമൂഹത്തെ CPIM വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ വിഷയത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതികരിക്കും. ഇപ്പോൾ എന്താണ് അവർ ഉന്നയിക്കുന്ന വിമർശനം? അതായത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രവർത്തകർക്ക് സ്മാരകമൊരുക്കുന്നതിനെ കോൺഗ്രസ് വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനും ഒരേ സ്വരത്തിലാണ് ഈ ഒരു പ്രവൃത്തിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. ഈ താലിബാനൊക്കെ ചെയ്യുന്നതിന് സമാനമായ പ്രവൃത്തിയാണ് CPM കേരളത്തിൽ ചെയ്യുന്നത്. ഭീകരപ്രവർത്തനത്തെ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന തലത്തിലുള്ള താലോലിക്കുന്ന തലത്തിലുള്ള നിലപാടാണ് CPIM സ്വീകരിക്കുന്നതെന്നാണ് കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട വിമർശിച്ചത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സ്മാരകം നിർമ്മിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയാണിത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസ് തയ്യാറാവണം. MP ഗോവിന്ദൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയും കേസെടുക്കണമെന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവും ആവശ്യം ഉന്നയിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കോൺഗ്രസിൽ നിന്നും വരുന്നത്. സംസ്ഥാനത്ത് വലിയ തോതിൽ അക്രമങ്ങൾക്കെതിരെ CPM ശബ്ദം ഉയർത്തുമ്പോഴും ഇത്തരം ബോംബ് സ്ഫോടനങ്ങളും മറ്റും നടക്കുമ്പോൾ അതിനെ എതിർക്കുമ്പോഴും അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് സ്മാരകം നിർമ്മിക്കുന്നതിലൂടെ അവർ പാർട്ടിയുടെ കൂടി ആവശ്യങ്ങൾ നിറവേറ്റി എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം വരും ദിവസങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.